ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വർഷം 2000 റിലീസായ എക്സ്മെൻ എന്ന സിനിമയുടെ കഥയാണ്. ഈ എക്സ്മെൻ എന്ന ഫ്രാഞ്ചൈസിയിൽ പറയുന്നത് മ്യൂട്ടൻസിന്റെ ജീവിതമാണ്. എന്താണ് ഈ മ്യൂട്ടൻസ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പരിണാമം സംഭവിച്ചിട്ടാണ് മനുഷ്യൻ ഇപ്പോൾ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ കഥയിൽ പറയുന്നത് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില മനുഷ്യ ജീവിതങ്ങളിൽ സാധാരണ മനുഷ്യനെക്കാളും മറ്റ് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് ചില സൂപ്പർ പവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അവരെയാണ് മ്യൂട്ടൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് ഈ ഫിലിം ഫ്രാഞ്ചൈസിയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. ഈ സിനിമ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് 1944 പോളണ്ടാണ് സ്ഥലം. ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി പട കുറെ ആളുകളെ അങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അവരെ കൊണ്ട് അവിടെ അടിമപ്പണി എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ പിടിച്ചോണ്ട് വന്ന ആളുകളുടെയൊക്കെ കയ്യിൽ ഓരോരോ നമ്പറുകളൊക്കെ മാർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുതുതായിട്ട് അങ്ങോട്ട് പിടിച്ചോണ്ട് വന്ന ഒരു പയ്യനാണ് എറിക്. ഇവനും ഒരു മ്യൂട്ടന്റ് ആണ്. അവനെ അവന്റെ പാരന്റ്സിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് സമയം അവരെ നടത്തിച്ചതിന് ശേഷം എറിക്കിന്റെ പാരന്റ്സിനെ അവിടെ മാറ്റി നിർത്തിയിട്ട് അവനെ മറ്റൊരു ക്യാമ്പിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. പാരന്റ്സിനെ ആണെങ്കിൽ അവിടെയുള്ള ഒരു ഗേറ്റിന്റെ അപ്പുറത്തേക്ക് അവർ പറഞ്ഞേക്കുകയും ചെയ്യുന്നു. പാരന്റ്സിനെ അകറ്റിയത് കൊണ്ട് തന്നെ എറിക്ക് വല്ലാണ്ട് കരയാൻ തുടങ്ങി. പട്ടാളക്കാരാണെങ്കിൽ അവൻ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് അവൻ അവന്റെ അമ്മയ്ക്ക് നേരെ കൈ നീട്ടുന്നത്. അവർക്ക് നടുവിലായിട്ട് ആ ഗേറ്റ് ഉണ്ട്. മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഗേറ്റ് ആണത്. അവൻ കൈ നീട്ടുന്നതിനനുസരിച്ചിട്ട് ആ ഗേറ്റ് ഇങ്ങനെ വളഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ആ പരാക്രമമൊക്കെ കാണുമ്പോൾ ഒരു പട്ടാളക്കാരൻ അങ്ങോട്ട് വന്നിട്ട് ഒരു തോക്ക് വെച്ച് അവനെ അടിച്ച് താഴേക്ക് ഇടാണ്. ആ ഗേറ്റ് ആണെങ്കിൽ പൂർണ്ണമായിട്ട് തകർന്നു പോയിട്ടുണ്ട്. അതിന്റെ ആ അവസ്ഥയൊക്കെ കണ്ട് പട്ടാളക്കാരാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇനി കാണിക്കുന്നത് അധികം വിദൂരമല്ലാത്തൊരു ഭാവികാലമാണ്. മേരിയുടെ വീടാണ് സ്ഥലം. അവളുടെ ബോയ് ഫ്രണ്ട് ഇപ്പോ അവളുടെ റൂമിലിരിക്കുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ അവൻ അവളെ കിസ് ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് അവർ തമ്മിൽ കിസ് ചെയ്യുന്നത്. എന്നാൽ അവൾ ഒരു കിസ് കൊടുത്ത ഉടനെ തന്നെ അവന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം വരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൻ അബോധാവസ്ഥയിലേക്ക് മാറുകയാണ്. അതൊക്കെ കണ്ട് മേരി ആണെങ്കിൽ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നു നോക്കുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇനി കാണിക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു മീറ്റിംഗ് ആണ്. അമേരിക്കയുടെ സെനറ്ററായ റോബർട്ട് ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. മ്യൂട്ടൻസ് രജിസ്ട്രേഷൻ ആക്ട് എന്നാണ് അതിനെ പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂട്ടൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവരാരാണെന്നോ അവരുടെ കഴിവുകൾ എന്താണെന്നോ എന്ന് ആർക്കും അറിയത്തില്ല. സാധാരണ മനുഷ്യരൊക്കെ അവർക്കിടയിൽ വളരെ പേടിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിലെ എല്ലാ മ്യൂട്ടൻസും അവരാരാണെന്നും അവരുടെ കഴിവുകൾ എന്താണെന്നും സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തണം. ഈ ഒരു കാര്യത്തിനാണ് മ്യൂട്ടൻസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. അത് പാസ്സാക്കി എടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ റോബർട്ട്. അതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ജീൻ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. ഇവള് ഒരു മ്യൂട്ടന്റ് ആണ്. അങ്ങനെ മ്യൂട്ടൻസ് അവരുടെ മുഴുവൻ ഐഡന്റിറ്റിയും വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് അവൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ US സെനറ്ററും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണക്കാരും അതിന് സമ്മതിക്കുന്നില്ല. ഈ ഒരു സംഭവം കണ്ടുകൊണ്ട് മറ്റൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇയാളുടെ പേര് ചാൾസ് സേവിയർ എന്നാണ്. ഇയാളും ഒരു മ്യൂട്ടന്റ് ആണ്. ഇയാളെ പ്രൊഫസർ എക്സ് എന്നും വിളിക്കാറുണ്ട്. ഇയാൾക്ക് ആരുടെ മനസ്സും വായിക്കാൻ പറ്റും. മാത്രമല്ല ആരുടെ മനസ്സിനകത്തേക്കും കയറിയിട്ട് ഈ പ്രൊഫസർ ചിന്തിക്കുന്ന പോലെ തന്നെ അയാളെ കൊണ്ട് ആക്ട് ചെയ്യിക്കാനും ഇയാൾക്ക് കഴിവുണ്ട്. അയാൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തൊപ്പിക്കാരൻ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആ തൊപ്പിക്കാരന്റെ പേരാണ് എറിക്. നമ്മൾ തുടക്കത്തിൽ ഒരു പയ്യനെ കണ്ടിട്ടില്ലായിരുന്നു. അവൻ വലുതായതാണിത്. ഇയാളുടെ മറ്റൊരു പേരാണ് മാഗ്നറ്റോ. ഇയാളുടെ കഴിവെന്ന് പറയുന്നത് ലോഹങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അയാൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ചാൾസിന്റെ ഒരു പഴയ ഫ്രണ്ടും കൂടെയാണ് ഈ എറിക്. ആ മ്യൂട്ടന്റ് രജിസ്ട്രേഷൻ ആക്ട് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് അയാൾ പുറത്തേക്ക് പോയത് എന്ന കാര്യം ചാൾസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ചാൾസ് വേഗം അയാളുടെ പുറകെ പോവാണ്. അങ്ങനെ എറിക്കിന്റെ അടുത്തെത്തിയതിനു ശേഷം ചാൾസ് അയാളോട് സംസാരിക്കാൻ തുടങ്ങി. എന്താണ് നിന്റെ ഉദ്ദേശം എന്നാണ് ചാൾസ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോ നീ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. എനിക്കെന്തായാലും ആ സെനറ്റർ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ട് നമ്മളാണ് ഈ ലോകത്തിന്റെ ഭാവി, അല്ലാതെ സാധാരണക്കാരല്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. വെറുതെ എന്റെ കുറുകെ നീ വരാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് എറിക്ക് വേഗം തന്നെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സമയം രാത്രിയായി. കാനഡയാണ് സ്ഥലം. നമ്മൾ നേരത്തെ കണ്ട മേരി ഉണ്ടല്ലോ, അവളിപ്പോ വീട്ടിൽ നിന്ന് ചാടി കാനഡയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവളും ഒരു മ്യൂട്ടന്റ് ആണ്. ഇവക്ക് ആരുടെ ശരീരത്തിലും തൊടാൻ പറ്റത്തില്ല. അവൾ ആരുടെയെങ്കിലും ശരീരത്തിൽ തൊടുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ജീവൻ മൊത്തം ഇവളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ആവാൻ തുടങ്ങും. അതായത് ഒരു നിശ്ചിത സമയത്തിനധികം ഇവൾ ആരുടെയും ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അയാൾ ഉടനെ മരിക്കും. അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ വളരെ കുറച്ച് സമയത്തേക്ക് തൊട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവനിപ്പോ കോമയിലാണ്. ഈ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അവളിപ്പോ വീട്ടിൽ നിന്ന് ചാടിയിരിക്കുന്നത്. ഇവളുടെ മറ്റൊരു പേര് റോഗ് എന്നാണ്. അങ്ങനെ അവൾ നേരെ പോകുന്നത് ഒരു ബാറിന്റെ അകത്തേക്കാണ്. അവിടെ ഒരു ഗുസ്തി മത്സരം നടക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ കഥയിലെ നായകന്റെ എൻട്രി. ഇവന്റെ പേര് ലോഗൻ എന്നാണ്. ഇവന്റെ സൂപ്പർ ഹീറോ പേരാണ് വോൾവറിൻ. ഇവന്റെ എല്ലുകൾ മൊത്തം ഒരു തരത്തിലുള്ള മെറ്റലാണ്.
മാത്രമല്ല ഇവൻ വിചാരിക്കുമ്പോൾ ഇവന്റെ 2 കൈകളിൽ നിന്നും ക്ലോസ് പുറത്തേക്ക് വരും. അത് വെച്ചിട്ടാണ് ഇവൻ അറ്റാക്ക് ചെയ്യുന്നത്. ഇതൊന്നും കൂടാതെ ഇവന്റെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവ് പറ്റുകയാണെങ്കിൽ അത് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഉണങ്ങുകയും ചെയ്യും. ഇതാണ് ഇവന്റെ കഴിവ്. അങ്ങനെ വോൾവറിൻ ഇപ്പോൾ അവന്റെ എതിരാളിയുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അവൻ അയാളെ ഇടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് റോക്ക്. അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ അവിടുത്തെ ഗെയിം ഒക്കെ അവസാനിച്ചു. അവളിപ്പോ ആ റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്. ഈ സമയം വോൾവറിനും അങ്ങോട്ട് വരുന്നുണ്ട്. അവൻ അങ്ങോട്ട് വന്നിരിക്കുന്നതൊക്കെ റോക്ക് ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നേരത്തെ വോൾവറിനുമായിട്ട് ഫൈറ്റ് ചെയ്ത ആ വ്യക്തി അങ്ങോട്ട് വരുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ഞാൻ ഇത്രയൊക്കെ ഇടിച്ചിട്ടും നിനക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നീ ഒരു മ്യൂട്ടന്റ് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ വോൾവറിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവൻ വേഗം തന്നെ അയാളെ പിടിച്ച് ഇടിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവന്റെ കയ്യിൽ നിന്നും ആ ക്ലോ പുറത്തേക്ക് വരുന്നുണ്ട്. അവനൊരു മ്യൂട്ടന്റ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ ബാറിന്റെ ഓണർ ആണെങ്കിൽ ഒരു തോക്ക് എടുത്തിട്ട് അവന് നേരെ ചൂണ്ടാണ്. അത് കണ്ട ഉടനെ തന്നെ വോൾവറിന് ഇടത്തെ കൈയിലെ ക്ലോ വെച്ചിട്ട് ആ തോക്ക് കഷ്ണങ്ങളാക്കി കളയുന്നു. അതിനുശേഷം വേഗം തന്നെ ആ ബാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അയാൾ പോയത് കാണുമ്പോൾ റോഗും അയാളുടെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ വോൾവറിനിപ്പോ അയാളുടെ ട്രക്കുമായിട്ട് അവിടെ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അയാൾ വേഗം തന്നെ വണ്ടി നിർത്തി പുറകിലേക്ക് വന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ പരിശോധനയിൽ നിന്നും ആ റോഗ് അതിനകത്ത് കയറി കൂടിയ കാര്യം അയാൾക്ക് മനസ്സിലായി. ആദ്യം അയാൾ അവളെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അയാൾ അവളെയും വണ്ടിയിൽ കയറ്റി മുന്നോട്ട് ഓടിക്കാൻ തുടങ്ങി. ഈ ഒരു യാത്രയിലാണ് അവർ പരസ്പരം പരിചയപ്പെടുന്നത്. അവൾ ആരാണെന്നും അവളുടെ കഴിവുകൾ എന്താണെന്നും എല്ലാം അവൾ അയാളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്നൊരു മരം അവരുടെ മുന്നിൽ വന്ന് വീഴുന്നത്. വളരെ ശക്തിയായിട്ടാണ് ആ ട്രക്ക് ആ മരത്തിൽ ചെന്ന് ഇടിക്കുന്നത്. അതോടൊപ്പം തന്നെ വോൾവറിനാണെങ്കിൽ തെറിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ റോഗാണെങ്കിൽ ആ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. അവളുടെ കാൽ അവിടെ സ്റ്റക്ക് ആയിട്ടുണ്ട്. അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് വോൾവറിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. അയാളുടെ നെറ്റിയിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവാണ്. ഇതെല്ലാം റോഗും കാണുന്നുണ്ട്. അങ്ങനെ അവളെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി വോൾവറിൻ അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് മറ്റൊരു മ്യൂട്ടന്റ് അങ്ങോട്ട് ചാടി വീഴുന്നത്. ഇവന്റെ പേര് സേബർ ടൂത്ത് എന്നാണ്. വന്ന ഉടനെ തന്നെ അവൻ വോൾവറിനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ സേബർ ടൂത്ത് വോൾവറിന് ഇടിച്ച ട്രക്കിന്റെ മുകളിലേക്ക് ഇടാണ്. അതിനുശേഷം വീണ്ടും അവന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവിടെ അതിശക്തമായ മഞ്ഞു പെയ്യുന്നത്. അത് മറ്റൊരു മ്യൂട്ടന്റ് ആയിരുന്നു. ഇവളുടെ പേര് സ്റ്റോം എന്നാണ്. ഇവക്ക് ഈ കാലാവസ്ഥയിൽ എങ്ങനെ വ്യതിയാനം ഉണ്ടാക്കാൻ പറ്റും. അതായത് അവൾ വിചാരിക്കുന്ന സമയത്ത് മഞ്ഞ് പെയ്യിക്കാം, മിന്നലടിപ്പിക്കാം, മഴ പെയ്യിക്കാം. അങ്ങനെ കാലാവസ്ഥയിൽ മാറ്റം വരുത്താനുള്ള കഴിവാണ് ഇവക്കുള്ളത്. അവളുടെ കൂടെ മറ്റൊരുത്തനും വന്നിട്ടുണ്ട്. ഇവന്റെ പേര് സ്കോട്ട് എന്നാണ്. സൈക്ലോപ്സ് എന്നാണ് ഇവൻ അറിയപ്പെടുന്നത്. അവന്റെ കണ്ണിൽ നിന്നും അതിശക്തമായ ലേസറാണ് പുറത്തേക്ക് വരിക. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ആ സേബർ ടൂത്തിന് നേരെ ഫയർ ചെയ്യാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ സേബർ ടൂത്ത് ആണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ സ്റ്റോമും സ്കോട്ടും ചെന്നിട്ട് റോഗിനെ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോഴേക്കും ആ വണ്ടി മൊത്തത്തിൽ കത്തിപ്പിടിച്ചിട്ടുണ്ട്. അത് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ സ്കോട്ടും സ്റ്റോമും ചേർന്നിട്ട് റോഗിനെയും വോൾവറിനെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്താണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം സേബർ ടൂത്ത് നേരെ പോകുന്നത് അയാളുടെ ഹൈഡ് ഔട്ടിലേക്കാണ്. ഈ എറിക് ഉണ്ടല്ലോ, മാഗ്നിറ്റോ, അയാളുടെ ഒരു അനുയായിയാണ് ഈ സേബർ ടൂത്ത്. അയാൾ ഒരു ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. ബ്രദർഹുഡ് ഓഫ് മ്യൂട്ടൻസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. താൻ പോയ കാര്യമൊന്നും നടന്നില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം അവർ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് സേബർ ടൂത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ചാൾസ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് അവരുടെ ആ പ്ലാൻ നടക്കാഞ്ഞത് എന്ന കാര്യം എറിക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാളാണെങ്കിൽ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. ഇതേ സമയം തന്നെ വോൾവറിനാണെങ്കിൽ ചാൾസ് നടത്തുന്ന ഒരു സ്കൂളിലാണ് എത്തിയിരിക്കുന്നത്. ഈ ചാൾസിന്റെ അനുയായികളാണ് അവനെ അങ്ങോട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. ഡോക്ടർ ഗ്രേ ഇപ്പോ അവന്റെ ശരീരത്തിൽ എന്തോ ഒരു മരുന്ന് കുത്തിവെക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവളും ഒരു മ്യൂട്ടന്റ് ആണ്. അവളുടെ മുന്നിലുള്ള സാധനങ്ങളെയൊക്കെ അവൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ആളുകളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവൾക്കുണ്ട്. അങ്ങനെ ആ മരുന്ന് വോൾവറിന്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് വോൾവറിൻ ചാടി എഴുന്നേൽക്കുന്നത്. അതിനുശേഷം അവളെയും തട്ടിമാറ്റി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഈ സമയം അവനൊരു അശരീരി കേൾക്കുന്നുണ്ട്. ആ അശരീരി അവനിപ്പോൾ അവിടുത്തെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വഴി അവൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നവൻ എത്തിച്ചേരുന്നത് ചാൾസിന്റെ റൂമിനകത്താണ്. അയാളിപ്പോ മ്യൂട്ടൻസ് ആയ ചില കുട്ടികൾക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അവനെ കാണുമ്പോൾ തന്നെ അയാൾ ആ കുട്ടികളെല്ലാവരെയും പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അങ്ങനെ അവരൊക്കെ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സ്റ്റോമും സ്കോട്ടും അതുപോലെ ഡോക്ടർ ഗ്രേയും അങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ചാൾസ് ഇപ്പോൾ അവരെല്ലാവരെയും വോൾവറിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മാത്രമല്ല ആ സ്ഥാപനത്തെ കുറിച്ച് അയാൾ പറയുന്നുണ്ട്. ഞാനിത് മ്യൂട്ടൻസിന് വേണ്ടി നടത്തുന്ന സ്കൂളാണ്. ഓരോ മ്യൂട്ടൻസിന്റെയും കഴിവുകൾ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. നീ ഇവിടെ സുരക്ഷിതനായിരിക്കും,
ഒരിക്കലും മാഗ്നിറ്റോയ്ക്ക് നിന്നെ കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. എന്നാൽ വോൾവറിനാണെങ്കിൽ അയാൾ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് വോൾവറിൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ചാൾസ് മറ്റൊരു കാര്യം പറയുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് നീ പല സ്ഥലങ്ങളിലായിട്ടല്ലേ ജീവിക്കുന്നത്. നീ ആരാണെന്നോ നിന്റെ ഭൂതകാലം എന്താണെന്നോ ഒന്നും നിനക്ക് അറിയത്തില്ല. നീ എന്റെ കൂടെ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാഗ്നിറ്റോ എന്തിനാണ് നിന്നെ പിടിക്കാൻ ശ്രമിക്കുന്നതെന്നും നിന്റെ ഭൂതകാലം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരാം എന്നൊക്കെയാണ് ചാൾസ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അയാളുടെ കൂടെ നിൽക്കാമെന്ന് വോൾവറിൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചാൾസ് ഇപ്പോ വോൾവറിന് ആ സ്കൂൾ മൊത്തം നടന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള മുഴുവൻ കുട്ടികളും പേടി കാരണം അവരുടെ ഫാമിലിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു വന്നവരാണ്. കാരണം അവരുടെ കഴിവുകൾ സാധാരണ മനുഷ്യരെ ബാധിക്കുമോ എന്ന പേടികൊണ്ട്. ഈ പ്രൊഫസർ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന കാര്യം പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. 17 വയസ്സുള്ളപ്പോഴാണ് അയാൾ എറിക്കിനെ പരിചയപ്പെടുന്നത്. എറിക്കിനും കഴിവുകളുണ്ട്. ലോഹങ്ങളെ കൺട്രോൾ ചെയ്യാനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കാനുള്ള കഴിവാണ് അയാൾക്കുള്ളത്. പക്ഷെ ആ കഴിവുകൾ സാധാരണ മനുഷ്യർ ആരും തന്നെ അംഗീകരിക്കത്തില്ല എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സാധാരണക്കാരോട് അയാൾക്കൊരു ദേഷ്യമായിരുന്നു. ആ ദേഷ്യമാണ് അയാളെ മാഗ്നറ്റോ ആക്കി മാറ്റിയത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഒരുപാട് കഴിവുകളുള്ള മ്യൂട്ടൻസ് പുറത്ത് ജീവിക്കുന്നുണ്ട്. നമുക്കുള്ളതുപോലെ അവർക്ക് സാധാരണക്കാരോട് വലിയ താല്പര്യമൊന്നും കാണത്തില്ല. എങ്ങനെയെങ്കിലും സാധാരണക്കാരെ ഉപദ്രവിക്കാനേ അവർ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ തടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മനുഷ്യകുലം തന്നെ ഇല്ലാതാവും. അവരെ തടയാനാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് നീ എന്നെ സഹായിക്കേണ്ടത്. 48 മണിക്കൂറിനകം ആ മാഗ്നിറ്റോ എന്തിനാണ് നിന്നെ പിടിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ കണ്ടെത്തി തരാം എന്നൊക്കെയാണ് ചാൾസ് വോൾവറിന്റെ അടുത്ത് പറയുന്നത്. ഇതേ സമയം തന്നെ സെനറ്റർ ആണെങ്കിൽ ആ മ്യൂട്ടൻ രജിസ്ട്രേഷൻ ആക്ട് നടപ്പിലാക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്ററിലാണ് അയാൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അയാളുടെ കൂടെ അയാളുടെ ഒരു അനുയായി ഇരിക്കുന്നുണ്ട്. എന്നാൽ ആ ഹെലികോപ്റ്റർ മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ ആ അനുയായിയുടെ സ്വഭാവം മാറാൻ തുടങ്ങി. പെട്ടെന്നാണ് അയാൾക്കൊരു രൂപമാറ്റം സംഭവിക്കുന്നത്. ഇതും ഒരു മ്യൂട്ടന്റ് ആണ്. ഇവളുടെ പേരാണ് മിസ്റ്റീക്. മാഗ്നിറ്റോ പറഞ്ഞിട്ട് അവളിപ്പോൾ ആ സെനറ്ററിനെ കിഡ്നാപ്പ് ചെയ്യാനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ സെനറ്ററിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് അവർ നേരെ മാഗ്നിറ്റോയുടെ ഒരു ഐലൻഡിലേക്കാണ് പോകുന്നത്. ഈ സമയം തന്നെ ഡോക്ടർ ഗ്രേ ആണെങ്കിൽ വോൾവറിന്റെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ അവൾ ഇപ്പൊ പ്രൊഫസർക്കും കൂട്ടർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വോൾവറിന്റെ അസ്ഥികൾ മൊത്തം അഡമാന്റിയം എന്നൊരു മെറ്റൽ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. മറ്റാരോ ആണ് അവന്റെ ശരീരത്തിലെ എല്ലുകളൊക്കെ ആ മെറ്റലാക്കി മാറ്റിയിരിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യനും ആ ഒരു പ്രക്രിയ അതിജീവിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ വോൾവറിനെ സംബന്ധിച്ചിട്ട് അവന്റെ ശരീരത്തിനൊരു കഴിവുണ്ട്. അതായത് നശിച്ചു കഴിഞ്ഞ കോശങ്ങൾ പുനർജീവിപ്പിക്കാം. ആ ഒരു കഴിവുള്ളത് കൊണ്ടാണ് അവന്റെ ശരീരത്തിൽ ആ പരീക്ഷണം വിജയിച്ചത്. പക്ഷെ ആരാണത് ചെയ്തത് എന്ന കാര്യം ആർക്കും അറിയത്തില്ല. ഈ ഒരു കാര്യമാണ് ഡോക്ടർ ഗ്രേ ഇപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ പക്ഷെ ഇവനെ പോലൊരു മ്യൂട്ടന്റിനെ എന്തിനായിരിക്കും എറിക്ക് കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ചാൾസ് ചോദിക്കുന്നത്. ഇതേ സമയം തന്നെ എറിക്കും കൂട്ടരും കൂടെ ആ സെനറ്ററിനെ അവരുടെ ആ കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അയാളിപ്പോ അവിടെ ഒരു പരീക്ഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ്. അതായത് അയാൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതിൽ നിന്നും ഒരു റേഡിയേഷനും പുറത്തേക്ക് വരും. ആ റേഡിയേഷൻ സാധാരണ ഒരാളുടെ ശരീരത്തിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അയാളും മ്യൂട്ടന്റ് ആയിട്ട് മാറും. ആ ഒരു പരീക്ഷണമാണ് അയാൾ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ മാഗ്നിറ്റോ ആ റേഡിയേഷൻ സെനറ്ററിന്റെ ശരീരത്തിലേക്ക് അടുപ്പിക്കുകയാണ്. അങ്ങനെ സമയം രാത്രിയായി. വോൾവറിൻ ഇപ്പോ നല്ല ഉറക്കത്തിലാണ്. ഈ സമയം അവനൊരു സ്വപ്നം കാണുന്നുണ്ട്. അവന്റെ ശരീരത്തിൽ നടത്തിയ പരീക്ഷണത്തിന്റെ ചില കാഴ്ചകളാണ് അവനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വല്ലാണ്ട് മുരണ്ടോണ്ടിരിക്കുകയാണ്. ആ ശബ്ദം കേട്ടോണ്ടാണ് റോഗ അയാളുടെ അടുത്തേക്ക് വരുന്നത്. അവൾ അയാളെ തട്ടി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പെട്ടെന്ന് വോൾവറിൻ ചാടി എഴുന്നേൽക്കാണ്. അതോടൊപ്പം തന്നെ അയാളുടെ ക്ലോസ് അവളുടെ ശരീരത്തിൽ തുളച്ചു കയറുകയും ചെയ്യുന്നു. ഈ സമയം അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ വോൾവറിന്റെ ദേഹത്തൊന്ന് തൊടുകയാണ്. അതോടൊപ്പം തന്നെ അയാളുടെ കഴിവുകളൊക്കെ അവൾ വലിച്ചെടുക്കാൻ തുടങ്ങി. അയാൾ ഇപ്പോൾ അവളുടെ ശരീരത്തിലുണ്ടാക്കിയ മുറിവുകളൊക്കെ ക്യൂർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ വോൾവറിനെ തൊട്ട ഉടനെ തന്നെ വോൾവറിനാണെങ്കിൽ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ബാക്കിയുള്ള മ്യൂട്ടൻസും അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എല്ലാവരും കൂടെ കാണുമ്പോൾ റോഗാണെങ്കിൽ ആകെ പേടിച്ചു നിൽക്കുകയാണ്. ഞാൻ അറിയാതെ തൊട്ടുപോയതാണ് എന്നാണ് അവൾ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ കുറച്ചു സമയമൊക്കെ കഴിയുമ്പോൾ വോൾവറിന് ഇപ്പൊ ബോധം വന്നു. ചാൾസ് ഇപ്പോൾ അവന്റെ അടുത്തിരിക്കുന്നുണ്ട്. അയാൾ എന്താണ് ഉണ്ടായത് എന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. സാധാരണ ഈ റോഗ് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടുകയാണെങ്കിൽ അയാളുടെ ഊർജ്ജവും അതേപോലെ ജീവനുമാണ് വലിച്ചെടുക്കുക. എന്നാൽ മ്യൂട്ടൻസിന്റെ കാര്യത്തിലാണെങ്കിൽ മ്യൂട്ടൻസിന്റെ കഴിവുകളാണ് അവൾ വലിച്ചെടുക്കുക. ഇപ്പോൾ അവളുടെ ദേഹത്ത് അവൻ മുറിവേൽപ്പിച്ചതുകൊണ്ട് തന്നെ വോൾവറിനെ തൊട്ടപ്പോ അവന്റെ കഴിവാണ് അവളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ആയത്. അതായത് ആ കോശങ്ങളെ പുനർജീവിപ്പിക്കാനുള്ള കഴിവ്. അങ്ങനെയാണ് അവളുടെ ആ മുറിവുകളൊക്കെ ക്യൂർ ആയത്. ഈ കാര്യങ്ങളാണ് ചാൾസ് ഇപ്പോൾ വോൾവറിന് പറഞ്ഞു കൊടുക്കുന്നത്. അവൾക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ തന്നെ വോൾവറിനാണെങ്കിൽ ശരിക്കും ആശ്വാസമായി. ഇതേ സമയം തന്നെ എറിക് ആണെങ്കിൽ ആ സെനറ്ററിന് ഒരു കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. അയാളിപ്പോ ഒരു മ്യൂട്ടന്റ് ആണല്ലോ. അവിടുത്തെ കമ്പി വഴി അയാളിപ്പോ അയാളുടെ തല പുറത്തേക്ക് ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അയാൾക്ക് ആ അഴികൾക്കിടയിലൂടെ അയാളുടെ തല പുറത്തേക്ക് ഇടാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അതുവഴി അയാൾ പുറത്തേക്ക് ചാടുകയാണ്. ഈ സമയത്താണ് എറിക്കും ആ സേബർ ടൂത്തും അങ്ങോട്ട് വരുന്നത്. അവർ നോക്കുമ്പോ സെനറ്ററിന് ആ കൂട്ടിന്റെ അകത്ത് കാണുന്നില്ല. അയാൾ
അയാൾ ആ ജനല് വഴി രക്ഷപ്പെട്ടതാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എറിക് ആണെങ്കിൽ ആ ജനല് മൊത്തത്തിൽ പൊളിച്ചെടുക്കുകയാണ്. ഈ സമയം അവർ നോക്കുമ്പോൾ സെനറ്റർ ആണെങ്കിൽ അവിടെ തൂങ്ങി നിൽക്കുന്നുണ്ട്. സേബർ ടൂത്ത് ഇപ്പോ അയാൾ അകത്തേക്ക് പിടിച്ച് വലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സേബർ ടൂത്തിനെ കൊണ്ട് അത് പറ്റുന്നില്ല. അയാളുടെ കൈ വലിഞ്ഞിട്ട് അയാൾ ആ കടലിലേക്ക് വീണു പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു കടൽ തീരത്തേക്കാണ് അയാൾ ചെന്ന് കയറുന്നത്. ഒരുപാട് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും അയാൾ അയാളുടെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ സെനറ്റർ ഒരു മ്യൂട്ടന്റ് ആണ് എന്ന കാര്യം എല്ലാ ആളുകളും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. റോഗ് ഇപ്പോ അവിടുത്തെ ഗാർഡനിൽ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ബോബി എന്നു പേരുള്ള ഒരു മ്യൂട്ടന്റ് അങ്ങോട്ട് വരുന്നത്. ആ സ്കൂളിൽ വന്നതിന് ശേഷം അവൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന വ്യക്തിയാണ് ബോബി. അവന്റെ കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്തിൽ തൊട്ടാലും അത് ഐസായിട്ട് മാറും. ഈ റോഗിന് ഇവനോട് ഒരു ചെറിയ ക്രഷ് ഒക്കെ ഉണ്ട്. ഈ സമയം അവൻ അവളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് വോൾവറിനെ അറ്റാക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ അവിടുത്തെ കുട്ടികൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കിടയിൽ ഇപ്പോൾ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഗ് എല്ലാവരുടെയും ശക്തി വലിച്ചെടുക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് ആ ചർച്ച നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ റോഗിന്റെ കാര്യത്തിൽ കുട്ടികൾ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ ഈ സ്കൂള് വിട്ട് പുറത്തു പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് ബോബി അവളുടെ അടുത്ത് പറയുന്നത്. അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും വിഷമമായി. ആ സ്കൂള് വിട്ട് പോവാൻ തന്നെയാണ് അവളിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ അവൾ വിചാരിച്ച പോലെ അത് ബോബി ആയിരുന്നില്ല, അത് ആ മിസ്റ്റേക്ക് ആയിരുന്നു. ഈ മിസ്റ്റേക്കിന്റെ കഴിവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് ഏത് രൂപത്തിലേക്ക് മാറാൻ സാധിക്കും. ഇവിടെ ഇപ്പോ ബോബിയുടെ രൂപത്തിലാണ് അവൾ വന്നിരിക്കുന്നത്. അങ്ങനെ അവൾ ആ സ്കൂള് വിട്ട് പോയ കാര്യം വോൾവറിന് അറിഞ്ഞിട്ടുണ്ട്. അയാൾ ഉടനെ തന്നെ ചാൾസിന്റെ അടുത്ത് വന്നിട്ട് ആ കാര്യം അറിയിക്കുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ചാൾസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു റൂമിന്റെ അകത്തേക്കാണ് പോകുന്നത്. ഇത് അയാൾ ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റം ആണ്. ഇതിനെ പറയുന്നത് സെറിബ്രോ എന്നാണ്. ഈ മ്യൂട്ടൻസിന്റെ ബ്രെയിൻ തരംഗങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് മ്യൂട്ടൻസിന്റെ ബ്രെയിൻ തരംഗങ്ങൾ സ്പോട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് റോഗ് എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനാണ് ചാൾസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ ആ ഡിവൈസിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ വോൾവറിൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ആ എറിക്കിനെ ലൊക്കേറ്റ് ചെയ്തോടെ എന്നാണ്. അത് കേൾക്കുമ്പോൾ ഈ മെഷീൻ ഉണ്ടാക്കാൻ എന്നെ സഹായിച്ചത് ഈ എറിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്കാൻ ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ മറ്റൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വെച്ചിട്ട് അയാളെ സ്പോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് ചാൾസ് പറയുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം അയാൾ റോഗ് എവിടെയാണുള്ളത് എന്ന് സ്കാൻ ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയത്തെ സെർച്ചിന് ശേഷം അവൾ ഇപ്പോൾ ഉള്ളത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. അയാൾ ഉടനെ തന്നെ സ്റ്റോമിനെയും സ്കോട്ടിനെയും അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നാൽ അവര് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്കോട്ടിന്റെ ബൈക്കും അടിച്ചു മാറ്റി വോൾവറിൻ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആ ബൈക്കിനൊരു പ്രത്യേകതയുണ്ട്. അതിലൊരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ സൂപ്പർ സ്പീഡിലായിരിക്കും അത് സഞ്ചരിക്കുക. അത്രയും വേഗതയിലാണ് വോൾവറിൻ ഇപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വോൾവറിൻ അവളുടെ അടുത്തെത്തി. അവൾ ഇപ്പോൾ ട്രെയിനിന്റെ അകത്താണ് ഇരിക്കുന്നത്. നീ എന്തിനാണ് അവിടെ നിന്ന് ആരോടും പറയാതെ പോകുന്നതെന്നൊക്കെ വോൾവറിൻ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ബോബി ഇങ്ങനെ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ചാടിയത് എന്നാണ് അവൾ മറുപടി പറയുന്നത്. പക്ഷെ മിസ്റ്റേക്കാണ് അങ്ങോട്ട് വന്നത് എന്ന കാര്യം ആർക്കും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബോബി എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വോൾവറിൻ. ഇതേ സമയം മിസ്റ്റേക്ക് ആണെങ്കിൽ നേരെ പോകുന്നത് ചാൾസിന്റെ ആ സ്കൂളിലേക്കാണ്. അവളിപ്പോ ആ സെറിബ്രോ എന്ന് പറയുന്ന മെഷീൻ ഇരിക്കുന്ന റൂമിന്റെ അകത്ത് എത്തിയിട്ടുണ്ട്. അവൾ അവിടെ എന്തോ ഒരു ഗ്യാസ് ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ സ്റ്റോമും സ്കോട്ടും കൂടെ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സ്റ്റോം ഇപ്പോ റോഗിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ സേബർ ടൂത്ത് അങ്ങോട്ട് വരുന്നത്. അവനെ കൂടാതെ നാക്ക് നീട്ടുന്ന ഒരു മ്യൂട്ടന്റും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കണ്ട ഉടനെ തന്നെ സ്കോട്ട് ആണെങ്കിൽ ആ മ്യൂട്ടന്റുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം സേബർ ടൂത്ത് ആണെങ്കിൽ സ്റ്റോമിനെ തൂക്കിയെടുത്തിരിക്കുകയാണ്. പെട്ടെന്നാണ് അവൾ മുകളിലേക്കൊന്ന് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള മിന്നലടിക്കാൻ തുടങ്ങി. അതിൽപ്പെട്ട് ആ സേബർ ടൂത്ത് പുറകിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ഈ സമയം വോൾവറിനും റോഗും ആ ട്രെയിനിന്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പെട്ടെന്നാണ് ആ ട്രെയിനിന് ചില ഇളക്കങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് ആ മാഗ്നറ്റോ ആയിരുന്നു. അയാൾ ആ ട്രെയിനിന്റെ മുൻഭാഗം മൊത്തം പൊളിച്ചിട്ട് അതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അയാൾ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ തന്നെ വോൾവറിനാണെങ്കിൽ അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എന്നാൽ വോൾവറിന്റെ ശരീരത്തിനകം മൊത്തം മെറ്റൽ ആണല്ലോ. അതുകൊണ്ട് തന്നെ അയാളുടെ മുന്നിൽ അവൻ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അയാളൊന്ന് കൈ പൊക്കുമ്പോ തന്നെ അവൻ അനങ്ങാൻ പറ്റാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയം അവൻ അയാളോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാണ് എന്റെ പുറകെ നടക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതിനാര് പറഞ്ഞു ഞാൻ നിന്റെ പുറകിലാണ് നടക്കുന്നതെന്ന്? എനിക്ക് വേണ്ടത് നിന്നെയല്ല റോഗിനെയാണ് എന്ന് പറഞ്ഞിട്ട് എറിക് അവനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവന്റെ ബോധം പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം കാണുമ്പോൾ റോഗ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും എറിക് അവളുടെ കഴുത്തിന് നേരെ ഒരു സിറിഞ്ച് എറിയാണ്. അത് കുത്തി കയറുന്നതോടൊപ്പം തന്നെ അവളും ബോധം കെട്ട് താഴേക്ക് വീഴുന്നു. അങ്ങനെ എറിക്കും അയാളുടെ അനുയായികളും കൂടെ അവളെയും പൊക്കിയെടുത്തിട്ട് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും പോലീസുകാരൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ചേർന്ന് എറിക്കിന്റെയും കൂട്ടിയുടെയും നേരെ തോക്കും ചൂണ്ടി നിൽക്കുകയാണ്. ഈ സമയം എറിക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുന്നിൽ നിൽക്കുന്ന 2 കാറുകൾ പൊക്കിയെടുത്ത് വലിച്ചെറിയാണ്. അതെല്ലാം താഴേക്ക് വന്ന് വീണ് കഴിയുമ്പോൾ അയാൾ പോലീസുകാരുടെ ആ തോക്കുകളൊക്കെ വലിച്ചെടുക്കാൻ തുടങ്ങി. അയാൾ ആ തോക്കുകളെല്ലാം ആ പോലീസുകാർക്ക് നേരെ തന്നെ ചൂണ്ടി നിൽക്കുകയാണ്.
പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ സേബർ ടൂത്ത് ഉണ്ടല്ലോ, അയാൾ പെട്ടെന്ന് എറിക്കിന്റെ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. അത് കാണുമ്പോൾ ആദ്യം എറിക്കൊന്ന് ഞെട്ടുമെങ്കിലും അത് ചാൾസിന്റെ പണിയാണ് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. ചാൾസ് ഇപ്പോ ആ സേബർ ടൂത്തിനെയും മറ്റവന്റെയും മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചാൾസിന് മാഗ്നിറ്റോയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അയാൾ ഒരു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടല്ലോ, അതുള്ളിടത്തോളം കാലം ചാൾസിന് അയാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചാൾസ് ഇപ്പോൾ മാഗ്നിറ്റോയുടെ അനുയായികളെ പിടിച്ചിരിക്കുന്നത്. എന്തിനാണ് നീ റോഗിനെയും പിടിച്ചോണ്ട് പോകുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, ഇവളെ അന്വേഷിച്ചിട്ടാണോ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇവളെ നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ കൊല്ലേണ്ടി വരും. എന്നിട്ട് നീ എന്താണ് നേടുക? ഈ മനുഷ്യരുടെ നിയമം ഇവളെ ചങ്ങലക്കിട്ടിട്ട് ഇവളുടെ കയ്യിൽ ഒരു നമ്പർ എഴുതി വെക്കും. അല്ലാതെ എന്ത് നേട്ടമാണ് ഉണ്ടാവുക? അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ കഴുത്തിൽ നിന്ന് പിടിവിടുന്നതാണ് നിനക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പോലീസുകാരെല്ലാം ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് അയാൾ ആ തോക്കൊക്കെ ഫയർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിൽ നിന്ന് ഉണ്ട പുറത്തേക്ക് വരുമ്പോൾ അതിനെ അയാൾ കൺട്രോൾ ചെയ്ത് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് ചാൾസ് അയാളുടെ കഴുത്തിൽ നിന്നുള്ള പിടിവിടുകയാണ്. അതോടൊപ്പം തന്നെ എറിക്കാണെങ്കിൽ ആ തോക്കുകളെല്ലാം താഴ്ത്തുകയും ചെയ്യുന്നു. ഈ സമയമാകുമ്പോഴേക്കും ആ മിസ്റ്റിക് ഒരു ഹെലികോപ്റ്ററും കൊണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എറിക്കും കൂട്ടരും വേഗം തന്നെ ആ ഹെലികോപ്റ്ററിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ എല്ലാവരും ഇപ്പോ ചാൾസിന്റെ ആ മാൻഷനിൽ എത്തിയിട്ടുണ്ട്. അവരിപ്പോ റോഗിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചാൾസിന് മാഗ്നിറ്റോയെ സെൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരെവിടെയാണുള്ളത് എന്ന കാര്യമൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഈ സമയം ലോഗൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് അവളെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ലോഗൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ വാതിൽ തുറക്കുമ്പോഴാണ് ആ സെനറ്റർ അങ്ങോട്ട് കയറി വരുന്നത്. അയാൾ വല്ലാതെ തളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോഗൻ വേഗം അയാളെയും പിടിച്ചിട്ട് ചാൾസിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ സെനറ്ററിനെ പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയം സെനറ്റർ ഒരു കാര്യം പറയുന്നുണ്ട്. ആ മാഗ്നിറ്റോ ആണ് എന്നെ ഈ രൂപത്തിലേക്ക് ആക്കിയത്. എനിക്ക് ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കത്തില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ മ്യൂട്ടൻസിനോട് പെരുമാറുന്ന പോലെ എന്നോടും പെരുമാറത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വേണം എന്നെ സഹായിക്കാൻ എന്നൊക്കെയാണ് സെനറ്റർ പറയുന്നത്. അതെല്ലാം കേട്ടതിന് ശേഷം ചാൾസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സെനറ്ററിന്റെ ബ്രെയിൻ സ്കാൻ ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും മാഗ്നിറ്റോ സെനറ്റർ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ അയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ആ മെഷീൻ വെച്ചിട്ട് ആ റേഡിയേഷൻ അടുപ്പിച്ച കാര്യങ്ങളൊക്കെ. പക്ഷെ റേഡിയേഷൻ അടുപ്പിച്ച് കഴിയുമ്പോൾ മാഗ്നിറ്റോയ്ക്ക് ഒരു ചെറിയ പ്രശ്നം പറ്റുന്നുണ്ട്. അത്രയും ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അത് അയാളുടെ ശരീരത്തെ ശരിക്കും തളർത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചാൾസിന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അയാളുടെ ബ്രെയിൻ സ്കാനിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും ഡോക്ടർ ജീൻ ഗ്രേ ആണെങ്കിൽ അയാളുടെ ബോഡി മൊത്തം ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ടുണ്ട്. അവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഗ്നിറ്റോ ആ റേഡിയേഷൻ വെച്ചിട്ട് ഇയാളെ ഒരു മ്യൂട്ടന്റ് ആക്കി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഒരു മെഷീൻ വെച്ചിട്ട് സാധാരണ മനുഷ്യന് അങ്ങനെ ഒരു മ്യൂട്ടന്റ് ആക്കാൻ പറ്റത്തില്ല. അത് പ്രകൃതി വിരുദ്ധമാണ്. ഇയാളുടെ ശരീരം ആ റേഡിയേഷൻ എല്ലാം പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇയാളുടെ കോശങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ എപ്പോ വേണമെങ്കിലും മരിക്കാം എന്നൊക്കെയാണ് ഡോക്ടർ ജീൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, പക്ഷെ എന്തിനാണ് മാഗ്നിറ്റോ റോഗിനെ പിടിച്ചോണ്ട് പോയത്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ലോഗനാണ് അത് ചോദിക്കുന്നത്. പക്ഷെ അതിനെന്ത് മറുപടിയാണ് പറയേണ്ടത് എന്ന് ചാൾസിന് അറിയത്തില്ല. ഈ സമയത്താണ് ലോഗൻ ഒരു കാര്യം ചിന്തിക്കുന്നത്. ചാൾസ് നേരത്തെ പറഞ്ഞല്ലോ, ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അത് ആ മാഗ്നിറ്റോയെ ശരിക്കും തളർത്തിയിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ അയാളുടെ ശക്തി മൊത്തം റോഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവളെ കൊണ്ട് ആ മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും ഉണ്ടാക്കാനായിരിക്കും അയാൾ ശ്രമിക്കുന്നത് എന്ന കാര്യം ലോഗന് മനസ്സിലായി. ഈ സമയമാകുമ്പോഴേക്കും സെനറ്ററിന്റെ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അയാൾ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുമ്പോൾ സ്റ്റോം വേഗം അയാളുടെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ്. അയാളുടെ ശരീരത്തിലെ ഞരമ്പുകളൊക്കെ പുറത്തേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. മാത്രമല്ല ശരീരത്തിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ പൂർണ്ണമായിട്ടും വെള്ളമായിട്ട് മാറുകയാണ്. അതൊക്കെ കണ്ട് സ്റ്റോം ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അവൾ വേഗം തന്നെ ചാൾസിന്റെയും കൂട്ടന്റെ അടുത്ത് ചെന്നൊരു കാര്യം പറയുന്നു. അതെല്ലാം കേൾക്കുമ്പോൾ ഇനി അധികം വൈകിക്കാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് റോഗ് എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അതിനുവേണ്ടി ചാൾസ് വേഗം ആ സെറിബ്രോ എന്ന് പറയുന്ന മെഷീന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. പക്ഷെ നേരത്തെ മിസ്റ്റീക് അതിനകത്തൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, ആ കാര്യം ചാൾസിന് അറിയത്തില്ല. അതൊന്നും ചെക്ക് ചെയ്യാതെയാണ് അയാൾ ആ ഹെൽമെറ്റ് എടുത്ത് വെക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനകത്ത് കയറ്റി വെച്ച ആ പോയിസൺ ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ചാൾസ് ബോധം കെട്ട് താഴേക്ക് വീഴാണ്. അങ്ങനെ അയാൾ ഇപ്പോൾ ഒരു കോമ സ്റ്റേറ്റിലേക്ക് ആയിട്ടുണ്ട്. അത് കണ്ട് ബാക്കിയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഈ സമയം ഡോക്ടർ ജീൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് ആ സെറിബ്രോ എന്ന് പറയുന്ന മെഷീന്റെ അടുത്തേക്കാണ്. അതിനുശേഷം ആ മിസ്റ്റേക്ക് ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പുറന്തള്ളുകയാണ്. അതിനുശേഷം അവൾ ആ ഹെൽമെറ്റ് വെച്ച് സ്കാൻ ചെയ്യാൻ തുടങ്ങി. അവൾ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അവക്കും ആളുകളെ സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മാഗ്നിറ്റോ ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതേ സമയം തന്നെ മാഗ്നിറ്റോയും ടീമും നേരെ പോകുന്നത് ലിബർട്ടി ഐലൻഡിലേക്കാണ്. അവിടെ ഒരു ഉച്ചകോടി നടക്കുന്നുണ്ട്. ലോക നേതാക്കൾ മുഴുവൻ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. മാഗ്നിറ്റോയുടെ ശക്തി റോഗിന്റെ ശരീരത്തിലേക്കാക്കി ആ മെഷീൻ ഉപയോഗിച്ച് ആ റേഡിയേഷൻ അടുപ്പിച്ച് മുഴുവൻ ലോക നേതാക്കളെയും മ്യൂട്ടൻസ് ആക്കി മാറ്റാനാണ് അയാളുടെ ശ്രമം. അതിനുവേണ്ടി ആ മെഷീനും റോഗിനെ അയാൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടനെ തന്നെ ആ മെഷീനൊക്കെ അവിടെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ആ സ്ഥലം മനസ്സിലാക്കി ലോഗനും കൂട്ടരും അവരുടെ ആ ജെറ്റിൽ കയറി അങ്ങോട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ലിബർട്ടി ഐലൻഡിലെത്തി. അവർ നോക്കുമ്പോൾ അവിടെ ആ ലിബർട്ടി സ്റ്റാച്ചു ഇരിക്കുന്നുണ്ട്. അതിന്റെ കയ്യിലെ പന്തത്തിലാണ് ആ മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവർ വേഗം ആ സ്റ്റാച്ചുവിന്റെ അകത്തേക്ക് കയറുകയാണ്.
അവരതിന്റെ അകത്തേക്ക് കയറുമ്പോൾ ആ സ്റ്റാച്ചുവിന്റെ ചെറിയൊരു രൂപം അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ അടുത്തുകൂടെയാണ് അവർ മുന്നോട്ട് നടക്കുന്നത്. പക്ഷെ അത് സ്റ്റാച്ചു ആയിരുന്നില്ല, ആ മിസ്റ്റേക്ക് ആയിരുന്നു അത്. ഈ ലോഗന് മണം പിടിക്കാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ട്. അതിനകത്തേക്ക് കയറിയപ്പോ തന്നെ മറ്റാരുടെയോ മണം അവന് കിട്ടുന്നുണ്ട്. പക്ഷെ ആരെയാണ് എന്ന കാര്യം അവന് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവിടെയൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മിസ്റ്റേക്ക് ലോഗന്റെ രൂപത്തിൽ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിൽ മിസ്റ്റേക്ക് ലോഗനെയും കൊണ്ട് ഒരു റൂമിന്റെ അകത്തേക്കാണ് കയറുന്നത്. ഇതേ സമയം ആ നാക്ക് നീട്ടുന്ന മ്യൂട്ടന്റും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവന്റെ പേര് ടോഡ് എന്നാണ്. അവൻ വന്ന ഉടനെ തന്നെ സ്കോട്ടുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ സ്കോട്ടിനെ ഒരു റൂമിന്റെ അകത്തേക്ക് ഇട്ട് പൂട്ടാണ്. അതിനുശേഷം സ്റ്റോമുമായിട്ടും ജീനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ സ്റ്റോമിനെ ഇടിച്ചിട്ടിട്ട് അവൻ നേരെ ജീനിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്നാൽ അവൻ അടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ ജീൻ പെട്ടെന്ന് അവളുടെ കൈ ഉയർത്തുകയാണ്. അതിന്റെ മുന്നിൽ അവനിപ്പോൾ അനങ്ങാൻ സാധിക്കുന്നില്ല. എന്നാൽ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ജീന്റെ മുഖത്തേക്ക് എന്തോ ഒരു സാധനം തുപ്പാണ്. അതോടൊപ്പം തന്നെ അവൾ പുറകിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ലോഗനും മിസ്റ്റേക്കും തമ്മിലുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അവൻ മിസ്റ്റേക്കിന് ഇടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം ആ ടോഡാണെങ്കിൽ സ്റ്റോമുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോം ആണെങ്കിൽ ശരിക്കും സൈ കെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ അവളുടെ പവർ പുറത്തേക്ക് എടുക്കുകയാണ്. അവൾ ശക്തമായിട്ടുള്ള ഒരു മിന്നൽ ഉണ്ടാക്കിയിട്ട് അവൾ ടോഡിനെ കടലിലേക്ക് തെറിപ്പിച്ച് കളയുന്നു. ഈ സമയം ലോഗനാണെങ്കിൽ ബാക്കിയുള്ളവരെ അന്വേഷിച്ച് അവിടെ നിൽക്കുകയാണ്. അതിനിടയിലാണ് സ്റ്റോം അവന്റെ പുറകിലേക്ക് വരുന്നത്. നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്, നമുക്ക് വേഗം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ അവന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ലോഗൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവന്റെ ക്ലോ എടുത്തിട്ട് അവളുടെ വയറ്റിനിട്ടൊരു കുത്തു കൊടുക്കുകയാണ്. അത് സ്റ്റോം ആയിരുന്നില്ല, മിസ്റ്റേക്ക് ആയിരുന്നു അത്. അവളുടെ മണം ലോഗന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ അവക്കിട്ടൊരു കുത്തു കൊടുത്തത്. അതോടൊപ്പം തന്നെ അവൾ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരുടെയും പണി തീർത്തിട്ട് ലോഗനും കൂട്ടരും വേഗം തന്നെ ആ മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ സമയത്താണ് മാഗ്നറ്റോ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അയാളുടെ പവർ വെച്ചിട്ട് ലോഗനെയും കൂട്ടരെ അയാൾ ലോക്ക് ചെയ്യാണ്. ഇരുമ്പ് ദേഹത്ത് ചുറ്റിയതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും അനങ്ങാൻ സാധിക്കുന്നില്ല. അതിനിടയിൽ ആ സേബർ ടൂത്ത് വന്നിട്ട് സ്കോട്ടിന്റെ കണ്ണാടി ഊരി മാറ്റുന്നുണ്ട്. അവനിപ്പോ കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ഉച്ചകോടിക്ക് വേണ്ടിയിട്ട് നേതാക്കന്മാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. അവരുടെ ആ ഫംഗ്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഡോക്ടർ ജീൻ ഇപ്പോ ആ മാഗ്നറ്റോയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും മ്യൂട്ടന്റ് ആക്കി മാറ്റാം എന്ന് മാത്രമേ മാഗ്നറ്റോയ്ക്ക് അറിയത്തുള്ളൂ. സാധാരണ ജനങ്ങളിലാണ് അത് പ്രയോഗിക്കുന്നതെങ്കിൽ അവർ മരിച്ചു പോകും എന്ന കാര്യം അയാൾക്ക് അറിയത്തില്ല. പക്ഷെ ജീനും കൂട്ടരും നേരിട്ട് കണ്ടതാണ്. ആ ഒരു കാര്യമാണ് അവളിപ്പോൾ അയാളോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ മെഷീൻ വെച്ചിട്ട് എല്ലാവരെയും മ്യൂട്ടന്റ് ആക്കി മാറ്റാൻ സാധിക്കത്തില്ല. ആ മെഷീൻ പ്രയോഗിക്കുകയാണെങ്കിൽ എല്ലാവരും മരിച്ചു പോവുകയുള്ളൂ. ആ സെനറ്ററുടെ കാര്യം ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് എന്നൊക്കെയാണ് അവള് പറയുന്നത്. പക്ഷെ മാഗ്നറ്റോ ആണെങ്കിൽ അത് കേട്ടിട്ടും അയാളുടെ തീരുമാനം മാറ്റുന്നില്ല. അയാളുടെ ദൗത്യത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക നേതാക്കന്മാരെല്ലാവരും ചേർന്നിട്ടാണ് നമ്മൾ മ്യൂട്ടൻസിന്റെ വിധി ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല. അവർ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ഈ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും എന്നാണ് അയാൾ പറയുന്നത്. അതിനുശേഷം അയാൾ വേഗം ആ മെഷീൻ ഓണാക്കാൻ വേണ്ടി റോഗിന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയം ലോഗനാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അവന്റെ ക്ലോ ഉപയോഗിച്ചിട്ട് അവനെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന കമ്പിയൊക്കെ കട്ട് ചെയ്ത് താഴേക്ക് ചാടുകയാണ്. ഈ സമയം സേബർ ടൂത്ത് അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അവൻ ഉടനെ തന്നെ ലോഗനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ തന്നെ മാഗ്നറ്റോ ആണെങ്കിൽ റോഗിന്റെ ശരീരത്തിലേക്ക് അയാളുടെ ശക്തി മൊത്തം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരമായിട്ട് ലോഗനും ആ സേബർ ടൂത്തും തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാണിച്ചിട്ടും ലോഗൻ അവനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ സഹായമില്ലാതെ അവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന കാര്യം ലോഗന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ലോഗൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്കോട്ടിന്റെ കണ്ണാടി എടുത്ത് അവന് തിരിച്ചറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അത് വെച്ചിട്ട് സ്കോട്ട് ഫയർ ചെയ്യാൻ തുടങ്ങി. അതിൽപ്പെട്ട് സേബർ ടൂത്ത് ആണെങ്കിൽ തെറിച്ചു പോവുകയും ചെയ്യുന്നു. ഈ സമയമാകുമ്പോഴേക്കും എറിക്ക മെഷീൻ ഓണാക്കിയിട്ടുണ്ട്. അതിന്റെ ആ എനർജി മൊത്തം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് തടയണമെന്നുണ്ടെങ്കിൽ ലോഗൻ വിചാരിച്ചേ പറ്റൂ. അതിനുവേണ്ടി സ്റ്റോം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ജീൻ അവളുടെ പവർ ഉപയോഗിച്ചിട്ട് അവനെ മുകളിലേക്ക് ഉയർത്തുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ മെഷീന്റെ അടുത്തെത്തി. അതിനുശേഷം അവൻ ആ മെഷീൻ ഓഫാക്കാൻ തുടങ്ങി. എന്നാൽ മാഗ്നറ്റോ അതിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അയാളുടെ ശക്തി വെച്ചിട്ട് അവനെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോഗൻ എത്ര ശ്രമിച്ചിട്ടും അയാളുടെ ശക്തിയെ മറികടക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ സമയം ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ സ്കോട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ ആ മാഗ്നറ്റോയ്ക്ക് നേരെ ഫയർ ചെയ്യാണ്. അതോടൊപ്പം തന്നെ അയാൾ തെറിച്ചു പോവുകയും ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ ലോഗനാണെങ്കിൽ ആ മെഷീൻ പൂർണ്ണമായിട്ടും തകർത്ത് കളയാണ്. അതോടൊപ്പം തന്നെ ആ എനർജി മൊത്തം സ്പ്രെഡ് ആവുന്നത് നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയം ലോഗൻ നോക്കുമ്പോൾ റോഗനാണെങ്കിൽ ബോധമില്ല. അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലെ ഊർജ്ജം മൊത്തം അവളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവൾക്ക് ബോധം വരുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ലോഗനാണെങ്കിൽ അൺകോൺഷ്യസ് ആയി പോവാണ്. ഈ സമയം പോലീസുകാരെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ആ പരിശോധനയ്ക്കിടയിൽ ഒരു പോലീസുകാരൻ അവിടെ കിടക്കുന്നുണ്ട്. അയാൾ ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല. എന്നാൽ അയാൾ പോലീസുകാരനല്ല, അത് ആ മിസ്റ്റേക്കാണ്. അവൾ രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ ആ പോലീസുകാരന്റെ രൂപത്തിൽ അവിടെ കിടക്കുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ പോലീസുകാരെല്ലാം മിസ്റ്റേക്കിനെ എടുത്തോണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു.
അങ്ങനെ എല്ലാവരും അവരുടെ മാൻഷനിൽ തിരിച്ചെത്തി. ചാൾസ് ഇപ്പോ ആ കോമ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു എന്ന് അറിയുമ്പോൾ തന്നെ അയാൾക്ക് ശരിക്കും സമാധാനമായി. ഈ സമയം ജീൻ ആണെങ്കിൽ ലോഗന്റെ അടുത്താണ് നിൽക്കുന്നത്. അവനും ഇപ്പൊ ബോധം വന്നിട്ടുണ്ട്. ഈ ലോഗന് ജീനെ കണ്ട അപ്പം മുതൽ അവളോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ അവൻ അവന്റെ ഇഷ്ടം അവളുടെ അടുത്ത് പറയാണ്. പക്ഷെ ജീനും സ്കോട്ടും തമ്മിൽ ഓൾറെഡി പ്രണയത്തിലാണ്. അതുകൊണ്ട് തന്നെ ലോഗന്റെ ആ ഇഷ്ടം ആക്സെപ്റ്റ് ചെയ്യാൻ അവളെ കൊണ്ടാവുന്നില്ല. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചാൾസ് ഇപ്പോ ലോഗന് കൊടുത്ത ആ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അതായത് അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഒരു ക്ലൂ അയാൾ കണ്ടെത്തിയിട്ടുണ്ട്. കാനഡയിലുള്ള ആൽക്കലി ലേക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണത്. അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു മിലിറ്ററി ക്യാമ്പ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റും എന്നാണ് അയാൾ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ലോഗനാണെങ്കിൽ അങ്ങോട്ട് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതേ സമയം തന്നെ ബാക്കി എല്ലാവരും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സെനറ്ററാണ് അതിൽ സംസാരിക്കുന്നത്. ഈ മ്യൂട്ടന്റ് രജിസ്ട്രേഷൻ ആക്ട് എന്ന കാര്യം ഞാൻ എടുത്തൊരു തെറ്റായ തീരുമാനമായിരുന്നു. ഈ ഒരു അവസരത്തിൽ ആ തീരുമാനം ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്നാണ് അയാൾ പ്രസ് മീറ്റിൽ പറയുന്നത്. എന്നാൽ അത് സെനറ്റർ അല്ല, അയാൾ ഓൾറെഡി മരിച്ചതാണല്ലോ. അത് ആ മിസ്റ്റേക്ക് ആണ്. സ്റ്റോമിനും കൂട്ടർക്കും അയാളെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം ലോഗൻ വേഗം കാനഡയിലെ ആ ആൽക്കലി ലേക്ക് എന്ന സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. ഇതേ സമയം തന്നെ മാഗ്നിറ്റോയെ ആണെങ്കിൽ ഒരു ജയിലിനകത്താണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അത് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ജയിലല്ല, അത് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ജയിലാണ്. ഈ സമയം അയാളെ ഒന്ന് കാണാൻ വേണ്ടി ചാൾസും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ചാൾസിനെ കാണുമ്പോൾ മാഗ്നിറ്റോ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മ്യൂട്ടൻസും മനുഷ്യരും തമ്മിലുള്ള ഒരു യുദ്ധം വരുന്നുണ്ട്. ഏതറ്റം വരെ പോവേണ്ടി വന്നാലും മ്യൂട്ടൻസിന് വേണ്ടി വളരെ ശക്തമായിട്ട് തന്നെ ഞാൻ പോരാടും എന്നാണ് മാഗ്നിറ്റോ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും എന്ന് പറഞ്ഞതിന് ശേഷം ചാൾസ് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.